നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തതോടെ ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമഗതാഗതം വീണ്ടും സ്തംഭിക്കുകയാണ്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയും ഇറാഖിന്റെ പ്രത്യാക്രമണത്തിൽ ഉണ്ടായതാണ് റിപ്പോർട്ട്. അതായത് യുഎഇയിലെ പ്രധാന എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ടും ഇറാൻ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് നിലവിൽ. ഇതോടെയാണ് യുഎഇയിലേക്കുള്ള വിമാന സർവീസുകൾ വിവിധ എയർലൈനുകൾ അടിയന്തരമായി റദ്ദാക്കിയത്. ഇറാനിലെ പ്രധാന എണ്ണക്കയറ്റു കേന്ദ്രമായ ഖാർഗ് ദ്വീപിനു നേരെയും അമേരിക്ക നടത്തിയ ആക്രമണമാണ് നിലവിലെ പ്രകോപനത്തിന് പ്രധാന കാരണം. ഇതിന് തിരിച്ചടിയായാണ് ഇറാൻ ഗൾഫ് മേഖലയിലെ US സഖ്യകക്ഷികളെയും തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിടുന്നത്. എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് UAE കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഇതിന്റെ ഭാഗമായി ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും നാട്ടിലേക്ക് മടങ്ങാൻ ഇരിക്കുന്നവരും അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളുടെ സമയം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ മിക്ക സർവീസുകളും വഴിതിരിച്ചു വിടാനോ അതല്ലെങ്കിൽ റദ്ദാക്കാനോ ആണ് സാധ്യത കൂടുതൽ. ആഡംബരത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമായിരുന്ന ദുബായ് നഗരം യുദ്ധഭീതിയിൽ ആകെ നിശ്ചലമായിരിക്കുകയാണ്. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും ദുബായിലെ ആകാശ ചുംബികളെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളെയും ലക്ഷ്യമിടുന്നതോടെ നഗരത്തിൽ നിന്നും വൻതോതിലുള്ള പലായനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോക പ്രശസ്തമായ പാം ജുമേറിലെ ഫെയർമോണ്ട് ഹോട്ടലിനു നേരെയും ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിന്റെ കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സദാസമയവും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ജുമൈറ ബീച്ചും അറ്റ്ലാന്റ്സ് റിസോർട്ടും ഇന്ന് വിജനമാണ്. ആയിരക്കണക്കിന് പ്രവാസികളും വിദേശ വിനോദസഞ്ചാരികളും നഗരം വിട്ട് ഒഴിഞ്ഞു കഴിഞ്ഞു. മുൻപ് ആഘോഷങ്ങൾ നടന്നിരുന്ന ബീച്ച് ബാറുകളും നീന്തൽ കുളങ്ങളും ഇന്ന് സന്ദർശകരില്ലാത്ത അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. UAEയിലേക്കുള്ള സർവീസുകൾ പല എയർലൈനുകളും റദ്ദാക്കിയതോടെ ലഭ്യമായ വിമാനങ്ങളിൽ ടിക്കറ്റ് നിരക്ക് അനിയന്ത്രിതമായി വർദ്ധിച്ചു വരികയാണ്. വ്യോമ മേഖലയിലെ സുരക്ഷാ ഭീഷണി മുൻനിർത്തി മറ്റ് ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഒമാനിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. സൗദി അറേബ്യയ്ക്ക് നേരെ വന്ന 28 ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തെറിഞ്ഞു. ഇതിനിടെ ടെഹ്റാനിലെ ഭൂഗർഭ ആയുധപ്പുരകൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും ശക്തമായി തിരിച്ചടി തുടങ്ങി. ഏതായാലും UAEയുടെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണപ്പാടങ്ങൾക്കു നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം ആഗോള എണ്ണ വിപണിയെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷമാകെ തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ താമസിക്കുന്ന UAEയിൽ യുദ്ധം കടുക്കുന്നത് കേരളത്തിലും വലിയ ആശങ്കയാണ് ജനിപ്പിക്കുന്നത്. വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നതും യാത്രാ തടസ്സങ്ങളും പ്രവാസികളുടെ മടക്കയാത്രയുമെല്ലാം സുരക്ഷയെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്.